സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേദിവസം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കറങ്ങിയടിച്ച് വരാമെന്ന് പറഞ്ഞ് വണ്ടി ഇറക്കിയത് കേട്ടോ. പുറത്തോട്ടിറക്കിയപ്പോഴത്തേനും ടയറങ്ങ് പഞ്ചറായി. ഇവിടെ അച്ഛൻ വന്നിട്ട് 2 മാസമായെങ്കിലും എങ്ങോട്ടും ഒന്നും പോകാൻ പറ്റിയില്ല. ഇവിടെ പാല് കാച്ചും കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ടേ. ഇനിയിപ്പം 2 ദിവസം കഴിയുമ്പോൾ ഇവർ അച്ഛനങ്ങ് പോവുകയാണ്. പിന്നെ സ്കൂളും തുറക്കുവാണ്. ഇനി എങ്ങോട്ടും പോക്ക് നടക്കത്തില്ല. എങ്ങോട്ടാണെന്നൊന്നും തീരുമാനിച്ചില്ല. എങ്ങോട്ടെങ്കിലും പോയി ഇച്ചിരി ഫുഡ് കഴിക്കണം. ആദ്യത്തെ ഉദ്ദേശം അതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല ഹോട്ടൽ നോക്കി പോയി. കിലോമീറ്ററുകൾ വീണ്ടും പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരത്തെ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ഫുഡ് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ അവിടെ വന്ന്. അപ്പം പിന്നെ എനിക്ക് ബിരിയാണി കഴിക്കണമെന്നൊരു ആഗ്രഹമാണ്. ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ പുറത്ത് ബിരിയാണി കഴിച്ചതേ ഇല്ല കേട്ടോ. അങ്ങനെ പിള്ളേർ ഫ്രൈഡ് റൈസും പറഞ്ഞു, ഇവർ അച്ഛൻ തനി നാടൻ ഊണും പറഞ്ഞു, ഞാൻ ബിരിയാണിയും പറഞ്ഞു കേട്ടോ. ഇവർ അച്ഛൻ ഊണ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിപ്പോയി. നല്ല രസമുണ്ടായിരുന്നു തോന്നുന്നു സാമ്പാറൊക്കെ കണ്ടപ്പോൾ. ഊണും കഴിച്ചിറങ്ങിയിട്ട് പിന്നെ പ്രത്യേകിച്ച് എങ്ങും പോയില്ല കേട്ടോ. പിള്ളേർക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയമില്ലായിരുന്നേ. നമ്മുടെ എല്ലാം വണ്ടിയും ടയർ പഞ്ചറായതുകൊണ്ടേ നമ്മുടെ സമയം കുറേ അങ്ങ് പോയി. എങ്ങോട്ടും പോയില്ല. ഇപ്രാവശ്യം എങ്ങും ഒരു ടൂറിനും പോയില്ലായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും തിരിച്ച് വീട്ടിലോട്ട് തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചേ. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ടയർ കടയിൽ നിർത്തി നമ്മുടെ പഞ്ചറായ ടയറൊന്ന് കാണിച്ചിട്ട്, അപ്പം ടയർ പഞ്ചറായല്ല, അതിൻ്റെ കാറ്റ് കയറുന്ന അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതിനെന്തോ ഒരു ഇത് സംഭവിച്ചു. അപ്പോൾ അത് മാറ്റിയിട്ടാൽ മതിയായിരുന്നു, പഞ്ചറൊന്നും ആയതല്ലായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ ശരിയാക്കിക്കൊണ്ട് വീണ്ടും ഞങ്ങൾ അച്ഛൻ പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പം ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ അച്ഛന് വേണ്ടിയിട്ട് കുറേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം അങ്ങ് പോയി കിട്ടി. ഇങ്ങനെയൊക്കെ തന്നെ. ലച്ചുവിനും ആഷ്മയ്ക്കും NSS എന്നുള്ള ബുക്ക് ഇപ്രാവശ്യം നമുക്ക് താമസിച്ചാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അത് ഇന്നത്തെ ദിവസമായിരുന്നു. എന്താ ചെയ്യാനാ, പോകാൻ പറ്റിയില്ല. ഇനിയിപ്പം നാളെ എങ്ങാനും പോയി വാങ്ങണം. അതൊക്കെ വാങ്ങിച്ചിട്ട് പൊതിഞ്ഞിട്ട് വേണം ആഷ്മിക്ക്. നോട്ട് ബുക്ക് ഞാൻ സാധാരണ ശരിക്കും പറഞ്ഞാൽ മേടിച്ചിട്ടില്ല. നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ട് മേടിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ആഷ്മി ഞാൻ ഫസ്റ്റ് ഡേ സ്കൂളിൽ വിടുന്നില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന് കുളിച്ചൊരുങ്ങി വീണ്ടും ഞങ്ങൾ സിനിമയ്ക്ക് പോയി കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് ഇവളുമാരെ ദൃശ്യം 3 കാണണമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. ഞാനൊന്നും മടിച്ച്, കാരണം എന്നുവെച്ചാൽ വലിയ രസമായിട്ടൊന്നും എല്ലാവരും പറഞ്ഞ് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും മടിച്ചായിരുന്നു. അങ്ങനെ പിന്നെ ദൃശ്യം കാണാനായിട്ട് പോയി. പിന്നെ വൈകിട്ടത്തേക്കുള്ള ഫുഡും മേടിച്ചിട്ടുണ്ട് രാത്രി വന്ന് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.